ലോ കോളേജിൽ ഒരു ലെക്ചററായി ജോലിക്ക് കയറേണ്ട ആവശ്യം എന്താ ഇവനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ രമേ, അവൻ അവിടെ ജോയിൻ ചെയ്തത് നിനക്ക് വേണ്ടിയാ, നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാ. എനിക്ക് വേണ്ടി എന്തിനാ ഇവൻ അവിടെ ജോലി ചെയ്യുന്നത്? ഇവൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് എന്ത് നേട്ടമുള്ളത്? രമേ, ഇപ്പൊ കുറച്ചു കാലമായി നീ ഇവനോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നല്ലാതെ ഒരു കാര്യവും വൃത്തിയിൽ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. നീ ഇവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലുമില്ല. നിനക്കിഷ്ടപ്പെട്ട പെണ്ണിനെ കൊണ്ടുവന്ന് അവളെ കല്യാണം കഴിക്കണമെന്ന് നീ ഇവനോട് ഓർഡർ ഇട്ടു. ആ പെൺകുട്ടി പഠിക്കുന്നത് എവിടെയാ? അവളാ ലോ കോളേജിലല്ലേ പഠിക്കുന്നത്. അവളോട് സംസാരിക്കാനും അവളെക്കുറിച്ച് കൂടുതൽ അറിയാനും അടുക്കാനും ഇവിടെ ഇരുന്നാൽ ഇവന് പറ്റുമോ? നിയമം പഠിക്കുന്ന കുട്ടിയെ അതിന് അനുവദിക്കാതെ അവളെയും കൊണ്ട് ചുറ്റിക്കറങ്ങുന്നത് ശരിയല്ലല്ലോ. കല്യാണം കഴിക്കാതെ എപ്പോഴും അവളുടെ വീട്ടിൽ കയറി ചെല്ലുന്നതും അവളോട് സംസാരിക്കുന്നതും അടുത്ത് ഇടപെടുന്നതും ഒക്കെ നമ്മളെ പോലുള്ള സംസ്കാരമുള്ളവർക്ക് ചേരുന്ന പണിയാണോ? ആ പെൺകുട്ടി അതേ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോ കോളേജിൽ ലെക്ചറായിട്ട് ജോലിക്ക് ചേർന്ന ഇന്നും അവളെ കാണുകയും ചെയ്യാം, അടുത്ത് ഇടപഴകുകയും ചെയ്യാം, ഇരുവർക്കും പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അച്ഛനൊരു പുലിയാ, ഒപ്പുലി. ശരിയല്ലേ മോളെ? അതിനുവേണ്ടി മാത്രമാ ഇവൻ കോളേജിൽ ലെക്ചറായിട്ട് ജോയിൻ ചെയ്തത്. അർജുൻ സർ, അത് തെറ്റാണെങ്കിൽ നമുക്ക് ജോലി വേണ്ടെന്ന് വെക്കാം. നീ ഒരു വാക്ക് പറഞ്ഞാ മതി. ഇവൻ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണെന്ന് ഇനിയും നീ തിരിച്ചറിയുന്നില്ലല്ലോ രമേ. മഹി, നിന്റെ അച്ഛൻ പറയുന്നതൊക്കെ സത്യം തന്നെയാണോടാ? എടാ, കുറച്ചു നേരത്തെ എന്നോട് പറഞ്ഞത് സത്യം തന്നെയാണെന്ന് അങ്ങോട്ട് പറയടാ. അതെ. ഗോൾഡൻ ചാൻസാ മിസ്സായി പോയത്. അവസാന നിമിഷം തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എല്ലാം നശിപ്പിച്ചു. രമാദേവിയെ എങ്ങനെ വീഴ്ത്തണം എന്നുള്ള കൃത്യമായ തിരക്കഥ ഒരുക്കി രമാദേവിയെ ഇങ്ങേരങ്ങ് വീഴ്ത്തി.